ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിയായിരുന്നു. നമ്മുടെ ഇക്കയാണിത്. ഇക്ക മോളാണ്. ഇക്ക നാട്ടിലെത്തിയിട്ട് ഒരു മാസമാവുന്നു. ഇക്ക ഇപ്രാവശ്യം ഗൾഫിലേക്ക് പോയ ശേഷമാണ് നമ്മളെ വീടിൻ്റെ പണികളൊക്കെ നമ്മൾ തുടങ്ങിയത്. ഒരു വർഷത്തോളം അവിടെ നിന്നതിന് ശേഷം ഇപ്പോൾ വന്നപ്പോഴേക്കും നമുക്ക് അൽഹംദുലില്ലാഹ് ഒരു വീടാക്കി തന്നു. ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും വീഡിയോ കോൾ വിളിച്ചിട്ടൊക്കെ ഒരുപാട് നമ്മുടെ വീടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടത് ഇപ്പോഴാണ്. ഒരുപാട് ഹാപ്പിയാണ് ആൾ. ഒരുപാട് സന്തോഷമായി വീടൊക്കെ കണ്ടപ്പോൾ. അതിന് ശേഷം നമ്മൾ വീടിൻ്റെ വയറിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തി. കല്യാണം കഴിക്കുന്നത് വരെ നമ്മുടെ വീടായിരിക്കും നമുക്ക് സ്വന്തം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇക്കാടെ വീടായിരിക്കും. ഈ രണ്ട് വീടുകൾക്ക് ഇടയിലൊരു വീട് വരും, നമ്മുടേത് സ്വന്തമെന്ന് പറയാൻ അല്ലേ. അതേപോലത്തെ ഒരു സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ. വീടിൻ്റെ ഓരോ പണികളും നടക്കുന്ന സമയത്ത് എന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടാറുണ്ട്. ഓരോ പണി നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഈ വീട്ടിലേക്ക് എത്തുന്ന ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പറഞ്ഞ് നമ്മൾ അവസാനം എങ്ങോട്ടോ കാട് കയറിപ്പോയി അല്ലേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള മണ്ണ് കുറച്ച് അവർ പുറത്തേക്ക് തട്ടി കളഞ്ഞിരുന്നു. അപ്പോൾ ആ മണ്ണ് അവിടെ കിടന്ന് സെറ്റായിരുന്നു മഴയും വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ആ ഒരു മണ്ണ് നീക്കം ചെയ്യാലോ എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നതാണ്. ഇത് കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും ഒരു പക്ഷേ ഇക്കൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യിപ്പിക്കണോ, ഒരാളെ വിളിച്ചുകൂടെ എന്നൊക്കെ തോന്നും. ഒരാളെ വിളിച്ച് ചെയ്യിക്കാൻ മാത്രം ഉള്ള മണ്ണൊന്നും അവിടെ ഇല്ല. പിന്നെ ആ ജോലികൾക്കും നമ്മൾ ഒരാളെ വിളിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലികൾ നമുക്കും ചെയ്യാമല്ലോ, നമ്മുടെ വീടല്ല. ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ ആൾ കാണുന്നത്. അതാണ് എന്നോട് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ വീഡിയോസായാലും ഫോട്ടോസായാലും എടുക്കുമ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ആ മുകൾ ഭാഗം മുതൽ ഇങ്ങ് എടുക്കും. അത് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കണമെങ്കിലും വീഡിയോസ് എടുക്കണമെങ്കിലും അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മുകളിൽ നിന്ന് തുടങ്ങും വീഡിയോസ് എടുക്കാൻ. അതേപോലെ ഒന്നെടുത്ത് ഇക്കാക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ചെയ്യുന്ന ജോലി മണ്ണ് അർബാന വണ്ടിക്ക് തട്ടിയിട്ട് മുറ്റത്ത് കൊണ്ടുവന്ന് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇതുപോലെ കുറേശ്ശെ പോയിട്ട് ചെയ്ത് എടുക്കും. അങ്ങനെ ഒരു 3-4 ദിവസം പോയിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കിയത്. ഇത് നമ്മുടെ അയൽവാസിയാണ് സിദ്ദീഖാക്ക. അപ്പോൾ നമ്മുടെ കുടുംബക്കാരനാണ്. അപ്പോൾ നമ്മൾ അവരുടെ വീടിൻ്റെ മുന്നിലാണ് ഇത് മണ്ണ് കൊണ്ട് തട്ടി കൊടുത്തിരുന്നത്. അപ്പോൾ ഇക്കാക്ക വന്നിട്ട് എല്ലാം തട്ടി നിരത്തി ക്ലിയറാക്കി തരുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പണികൾ നടക്കുന്ന സമയത്ത് എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്ക് ഒരു കൈ സഹായം മൂപ്പര ഭാഗത്തുനിന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. നമ്മളെ വോയിസിൽ ഒരു കാക്ക അവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് വെക്കുന്നുണ്ട്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കാക്കയോ പൂച്ചയോ കോഴിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. എത്രയും നമ്മൾ ആട്ടി ഓടിച്ചാലും നമ്മുടെ പിന്നാലെ അവരുണ്ടാവും. അങ്ങനെ നമ്മൾ 3-ാമത്തെ ദിവസം നമ്മളെ സൈറ്റിൽ ജോലിക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പേരമരത്തിനെ പറ്റിയിട്ട്. ചെറുതായിട്ട് 1-2 കായ്കളൊക്കെ നമുക്ക് തന്നിരുന്നു പറഞ്ഞു. ഇപ്രാവശ്യം എന്തായാലും ഒരു 10-12 കായ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇക്ക വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ അടുക്കളയിൽ രാജകുമാരുണ്ടല്ലോ കറിവേപ്പില, അപ്പോൾ അവർക്കൊക്കെ മൂപ്പര് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ വീണ്ടും തുടങ്ങി. ഈ കാണുന്ന ഈ പോലത്തെ ഷേപ്പിലുള്ള അത്രയും ഭാഗത്തുള്ള മണ്ണാണ് നമ്മൾ എടുത്ത് മാറ്റിയത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് പണിയും കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റത്തെ ഭാഗത്താ 3-4 ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ മണ്ണ് കോരി മാറ്റിയതെങ്കിലും അവസാനം സൂപ്പറായിട്ടാണ്. അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു, ഈ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾ പറയും ഞാൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് സെൽഫി എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം, നിങ്ങൾ മാത്രമല്ല ഞാനും കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ വീടിൻ്റെ മുറ്റം ഫ്രണ്ട് ഭാഗം ബാക്ക് സൈഡും 2 സൈഡ് ഭാഗങ്ങളും നമ്മൾ ഫുള്ള് വൃത്തിയാക്കി ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ ഏതൊരു ജോലി ചെയ്യണമെങ്കിലും അത് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഇക്ക അപ്പുറമുണ്ട്, അപ്പോൾ ആകെ ക്ഷീണിതനായിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.